ഹൈ ഓൾ. തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയെന്നൊന്ന് പെട്ടെന്ന് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്? സിവിൽ എഞ്ചിനീയറിംഗ് ഏതൊക്കെ ബ്രാഞ്ചസ് ആണുള്ളത്? ആ ഓരോ ബ്രാഞ്ചസും എന്താണെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ആ ബ്രാഞ്ചിൽ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ബ്രാഞ്ച് കണ്ടു. ആ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ബ്രാഞ്ചിൽ നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാണ്, സ്ട്രക്ചർ അനലൈസ് ചെയ്യാന്ന് കണ്ടു. അതിനകത്ത് നിന്ന് എന്തിനാണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതെന്ന് കണ്ടു. സോ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്താ ചെയ്യുന്നു? ഒരു സ്ട്രക്ചറിന്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്, അല്ലേ? സോ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ സബ്ജക്റ്റിലോട്ട് കടന്നു. നമ്മുടെ സബ്ജക്റ്റിൽ ആദ്യം നമ്മൾ കണ്ടത് എന്താ? ഒരു ഫോഴ്സ് എന്താണ്, ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണെന്നുള്ളതൊക്കെ കണ്ടു. ടൈപ്പ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയായിരുന്നു? കോണ്ടാക്ട് ഫോഴ്സസ് ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ഉണ്ട്. അത് വെച്ച് പല ടൈപ്പ് ഓഫ് ഫോഴ്സസ് നമ്മൾ കണ്ടു. സോ ഒരു ഫോഴ്സ് കണ്ടു, ആ ഫോഴ്സിന്റെ ടൈപ്സ് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടത് എന്താ? ഫോഴ്സ് സിസ്റ്റംസ് ആണ്. സോ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഫോഴ്സ് ആയിരിക്കില്ല, പല ഫോഴ്സസ് ഉണ്ടാവും. ആ ഫോഴ്സസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അതിൽ കോപ്ലാനാർ, കോൺകറന്റ്, കൊലീനിയർ, പാരലൽ, അങ്ങനെ നമ്മൾ കുറെ കണ്ടീഷൻസ് കണ്ടു. അത് വെച്ചിട്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തു, ആ സിസ്റ്റത്തിനെ ഡെഫിനിഷൻസ് കണ്ടു, എങ്ങനെയാണ് ആ സിസ്റ്റംസ് ഉണ്ടാവുക കണ്ടു. ഇന്ന് ഇത്രയും ബേസിക് കാര്യങ്ങൾ വെച്ച്, എസ്പെഷ്യലി ലാസ്റ്റ് ഫോഴ്സ് എന്താണ്, സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്, എന്താ നമ്മളിപ്പോൾ കാണും. സോ ഫസ്റ്റ് വൺ ഈസ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്. സോ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് സി. നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ നമ്മളൊരു ഹാർബറിൽ ഒരു വലിയ ഷിപ്പ് വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ, അത് സാധാരണ എങ്ങനെയാണ് കരയ്ക്കോട്ട് അടുപ്പിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഡോക്ക് ചെയ്യേണ്ട സ്ഥലത്തോട്ട് അതിനെ അടുപ്പിക്കുക ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചായിരിക്കും. സോ ഒരു വലിയ ബോട്ടുണ്ട്, 2 ചെറിയ ബോട്ടുണ്ട്. സോ ഈ വലിയ ബോട്ടിനെ 2 ചെറിയ ബോട്ടുകൾ പുള്ള് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അത് എവിടെയാണോ ഡോക്ക് ചെയ്യേണ്ടത്, എവിടെയാണോ ആങ്കർ ചെയ്യേണ്ടത് അവിടെ എത്തിക്കുക. സോ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം എടുക്കുക. സോ ഇവിടെ ഒരു വലിയ ബോട്ടുണ്ട്, 2 ചെറിയ ബോട്ടുണ്ട്. സോ ഈ വലിയ ബോട്ടിനെ 2 ചെറിയ ബോട്ടുകൾ പിടിച്ച് വലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ട് ഈ ചെറിയ ബോട്ട് വലിക്കുന്നു, F2 എന്നുള്ള ഫോഴ്സ് കൊണ്ട് ഈ ചെറിയ ബോട്ട് വലിക്കുന്നു. സോ ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ ബോട്ട് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഈ ഫോഴ്സ് വലിക്കുന്ന ഡയറക്ഷനിലാണോ, ഈ ഫോഴ്സ് വലിക്കുന്ന ഡയറക്ഷനിലാണോ? 2 ഡയറക്ഷനിലല്ല, മൂന്നാമതൊരു ഡയറക്ഷനിലായിരിക്കും ഈ ബോട്ട് മുന്നോട്ട് മൂവ് ചെയ്യുക. സോ ആ ഡയറക്ഷനാണ് ഇവിടെ മാർക്ക് ചെയ്ത് FR എന്ന് എഴുതിയിരിക്കുന്നത്. നോക്ക്. സോ ദ ബോട്ട് മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഇങ്ങനെ ഫോഴ്സ് മൂവ് ചെയ്യാനുള്ള കാരണമാണ് ഞാൻ ഇവിടെ റിസൾട്ടന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ 2 ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ 2 ഫോഴ്സിന് ഒരു റിസൾട്ടന്റ് ഉണ്ടാവും, അല്ലേ? ആ റിസൾട്ടന്റ് മൂവ് ചെയ്യുന്ന, ആ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കമ്പൈൻഡ് എഫക്ട് എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് F1 ഉണ്ട്, ഈ F2 ഉണ്ട്. 2 സ്ഥലത്തു നിന്ന് ആ 2 ഫോഴ്സും കൂടെ വലിച്ചു കഴിയുമ്പോൾ അതിന്റെ രണ്ടിന്റെയും എഫക്റ്റ് ഉണ്ടാവുന്നത് ഈ ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിലാണ് ബോട്ട് മൂവ് ചെയ്യുക. സോ ആ ഡയറക്ഷനിൽ വരുന്ന കമ്പൈൻഡ് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് റിസൾട്ടന്റ് ഡിഫൈൻ ചെയ്ത് നോക്കാം. എന്തായിരിക്കും റിസൾട്ടന്റ്? സോ ഈ സിസ്റ്റത്തിൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ഫോഴ്സുകൾ ഉള്ള ഒരു സ്ഥലം. ഇവിടുത്തെ സിസ്റ്റം എന്താ? ഈ ഒരു വലിയ ബോട്ടുണ്ട്, 2 ചെറിയ ബോട്ടുണ്ട്, ഈ 2 ചെറിയ ബോട്ടിൽ ഫോഴ്സസ് ഉണ്ട്. ഇതാണ് ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഈ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സോ ഈ 2 ഫോഴ്സസിന്റെ വലിച്ചാലും ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതായിരുന്നു? റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. സോ ആക്ച്വലി ഈ 2 ഫോഴ്സസ് ഒഴിവാക്കി നമുക്ക് ഈ ഒറ്റ ഫോഴ്സ് മാത്രം കാണിച്ചാലും ഈ എൻറ്റയർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സസിനെ മുഴുവൻ മാറ്റി ഒരൊറ്റ ഫോഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ്. സോ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഇസ് വൺ സിംഗിൾ ഫോഴ്സ് in magnitude and direction which can replace all other forces in the same system. So അതാണ് റിസൾട്ടന്റ്. സോ ഒരുപാട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? സോ ആ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോമ്പോസിഷൻ. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഫോഴ്സസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആ സെറ്റ് ഓഫ് ഫോഴ്സസിന്റെ
റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എടുത്തിട്ട് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പോകും. സോ അതിനാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് നമുക്കിവിടെ ആവശ്യം വരും. സോ ഫസ്റ്റ് നമ്മളൊരു കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം എടുക്കാൻ പോകും. സോ കൊലീനിയർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ സ്ട്രേറ്റ് ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്മൾ അന്ന് കണ്ട എക്സ്പെരിമെന്റ് തന്നെയാണ് ഒരു ടഗ് ഓഫ് വാർ, വടംവലി. വടംവലിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സിംഗിൾ റോപ്പിൽ എല്ലാവരും കൂടെ വലിക്കുന്നു. സോ ഓൾ ഫോഴ്സസ് ആക്ട്സ് ഇൻ എ സിംഗിൾ ലൈൻ. അതുകൊണ്ടാണ് അതിന് കൊലീനിയർ ഫോഴ്സസ് എന്ന് പറയാം. ഇനി നമുക്ക് ഈ കയറിനെ മാത്രമായിട്ട് ഒന്ന് എടുത്തു നോക്കാം. സോ ഈ കയറിനെ മാത്രമായിട്ട് ഞാൻ ഇവിടെ വരച്ചു. ആ കയറിന്റെ മുകളിൽ ഇവര് 3 പേരും ഇവർ 6 പേരും ഓരോ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഫോഴ്സിന് ഞാൻ ഒരു വാല്യൂ കൊടുക്കാം. എന്നിട്ട് ഇവരിൽ ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാം, അനാലിസിസ് ചെയ്ത് നോക്കാം. സോ ഇയാള് ഒരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സിൽ ഈ കയറിനെ ഇങ്ങോട്ട് വലിക്കുന്നു. രണ്ടാമത്തെ ആള് ഒരു 15 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ ഇങ്ങോട്ട് വലിക്കുന്നു. മൂന്നാമത്തെ ആള് വേറൊരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് ഇങ്ങോട്ട് വലിക്കുന്നു. സോ ഇവര് 3 പേരും ഈ പറഞ്ഞ ഫോഴ്സ് വെച്ച് ഈ ഡയറക്ഷനിൽ ഈ വയറ് വലിക്കുന്നു. സോ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ, അപ്പുറത്തെ ആള് ഇവർ 3 പേരും ഇതുപോലെ വലിക്കുന്നു. 3 പേരും 10 കിലോ ന്യൂട്ടണിൽ വലിക്കാന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തത്? ഈ സിസ്റ്റത്തിന്, ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വയറുണ്ട് അല്ലെങ്കിൽ ഒരു കയറുണ്ട്. ആ കയറിൽ വലിക്കുന്ന 6 പേരുണ്ട്. സോ അവരെ ഒരു ഫോഴ്സ് സിസ്റ്റമായിട്ട് മാറ്റാണ്. സോ ഇവിടെ നമുക്ക് ആ കയറ് വരച്ചു. ആ കയറിന്റെ മുകളിൽ ഇവരെ ഓരോരുത്തരും നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? ഓരോ ഫോഴ്സസ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ സപ്പോർട്ടുകളൊക്കെ മാറ്റി ഫോഴ്സസ് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വിളിക്കുക. സോ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിലെ സപ്പോർട്ടുകളൊക്കെ മാറ്റി അതിന് പകരം അതിനെ ഫോഴ്സസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വിളിക്കും. സോ ഈ സിസ്റ്റത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യം ഈ ഡയറക്ഷനിൽ മൊത്തത്തിൽ എത്ര ഫോഴ്സിലാണ് വലിക്കാൻ നോക്കുക. സോ ഇയാള് 10, 15, 10. സോ ടോട്ടലി 35 കിലോ ന്യൂട്ടൺ ഫോഴ്സിൽ ഈ ഭാഗത്തോട്ട് വലിക്കുന്നു. സോ ഇപ്പുറത്തെ വശത്ത് എടുത്താലോ 10, 10, 10. ടോട്ടൽ 30 കിലോ ന്യൂട്ടൺ ഫോഴ്സിൽ ഇങ്ങോട്ട് വലിക്കുന്നു. സോ ലെഫ്റ്റ് സൈഡിലോട്ട് 30 കിലോ ന്യൂട്ടണിലും റൈറ്റ് സൈഡിലോട്ട് 35 കിലോ ന്യൂട്ടണിലും വലിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആരാ ജയിക്കുക? ഈ കൂടുതൽ ഫോഴ്സിൽ ഇങ്ങോട്ട് വലിക്കുന്നയാൾ. സോ അതായത് 35 മൈനസ് 30 കിലോ ന്യൂട്ടൺ. സോ 35 മൈനസ് 30 കിലോ ന്യൂട്ടൺ, അതായത് 5 കിലോ ന്യൂട്ടൺ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ ആണ്. 5 കിലോ ന്യൂട്ടൺ റിസൾട്ടന്റിന്റെ ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്യുക? ആ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുക. സോ ദീസ് പീപ്പിൾ വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇവര് ജയിക്കും. സോ ഇത് ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. ഇനി ഈ കൊലീനിയർ സിസ്റ്റത്തിന് നമുക്കൊന്ന് അനലിറ്റിക്കലായിട്ട് ചെയ്തു നോക്കാം. അനലിറ്റിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പേപ്പറും പേനയും എടുത്ത് കാൽക്കുലേഷൻ ചെയ്യുന്ന രീതി. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ ഏത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യേണ്ടത് ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്യണം. സോ ഇന്ന ഡയറക്ഷൻ ഒന്നുമില്ല. സോ ഒരു ഡയറക്ഷൻ നിങ്ങൾ പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്യുക, വേറൊരു ഡയറക്ഷൻ നിങ്ങൾ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്യുക. ഇവിടെ ഞാൻ അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. സോ ഈ ലെഫ്റ്റിലോട്ട് വലിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് ഞാൻ എടുക്കുന്നു, റൈറ്റിലോട്ട് വലിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുന്നു. സോ നമുക്ക് 2 ഡയറക്ഷൻ കിട്ടി അല്ലേ? ഇനി ഈ പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷന്റെ പ്രത്യേകത എന്താ? പോസിറ്റീവ് ഡയറക്ഷനിൽ വലിക്കുന്ന ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിൽ വലിക്കുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിനെ സം ഓഫ് ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പോകുന്നു. സോ സം ഓഫ് ഫോഴ്സസ് എന്താന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടന്റ് ആണ് അല്ലെ? സോ ഒരു കൊലീനിയർ സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾജിബ്രിക് സം ഓഫ് ഓൾ ഫോഴ്സസ്. ഓൾജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഫോഴ്സസും ആഡ് ചെയ്യുക ഇൻക്ലൂഡിങ് ഇറ്റ്സ് സൈൻ. സൈൻ എന്ന് വെച്ചാൽ ഡയറക്ഷൻ. സോ എല്ലാ ഫോഴ്സസും ആഡ് ചെയ്യുക ഇൻക്ലൂഡിങ് ഇറ്റ്സ് സൈൻ. സോ ഇവിടെ നോക്കുക, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ 10 പ്ലസ് 10 പ്ലസ് 10 and these 3 forces are negative. So minus 10, minus 15, minus 10. So all positive and all negative we are adding actually. So it is algebraic sum and we get the sum as -5. സോ ഇനി ഇവിടെ നോക്കാം. സോ നമുക്ക് നേരത്തെ കണ്ടു 5 കിലോ ന്യൂട്ടൺ ആണ് ഇതിന്റെ റിസൾട്ടന്റ്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആയത്? നമ്മുടെ അസ്യൂംഡ് പോസിറ്റീവ് ഡയറക്ഷൻ ഏതാ? ഇടത്തോട്ട് വലിക്കുന്നു. അസ്യൂംഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഏതാ? വലത്തോട്ട് വലിക്കുന്നു. സോ ഇവിടെ ആൻസർ മൈനസ് വരുന്നതിന്റെ അർത്ഥം ഈ റിസൾട്ടന്റ്
ഏത് ഡയറക്ഷനിലാണ്? നമ്മൾ അസ്യൂം ചെയ്ത നെഗറ്റീവ് ഡയറക്ഷനാണ്. ശരിയല്ലേ? സോ റിസൾട്ടന്റ് ഫോഴ്സ് ഇങ്ങോട്ടാണ് വലിച്ചുകൊണ്ടിരുന്നത്. സോ വി ഗോട്ട് നെഗറ്റീവ് ഡയറക്ഷൻ. സോ ഒരു കോമ്പോസിഷൻ ചെയ്യുമ്പോൾ, കൊലീനിയർ ഫോഴ്സസിന്റെ കോമ്പോസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് അപ്പ് ഓൾ ദ ഫോഴ്സസ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ ഒരു പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ടാവണം, നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ടാവണം. അതിന്റെ ഓൾജിബ്രായിക് സം ആയിരിക്കും നമ്മൾ എടുക്കുക. സോ ആ കിട്ടുന്ന ഡയറക്ഷൻ വെച്ച് നമുക്ക് എങ്ങോട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് പാരലൽ ഫോഴ്സസ്. എന്തായിരുന്നു പാരലൽ ഫോഴ്സസ്? നമ്മൾ പാരലൽ ഫോഴ്സസ് കണ്ടു. പാരലൽ ഫോഴ്സസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ കണ്ടു അല്ലെ? ലൈക്ക് പാരലൽ, അൺലൈക്ക് പാരലൽ. ലൈക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ എല്ലാ പാരലൽ ഫോഴ്സസും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് ലൈക്ക് പാരലൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയറക്ഷനിലാണെങ്കിൽ അൺലൈക്ക് പാരലൽ ആയിരിക്കും. സോ അതിന്റെ ഒരു എക്സാമ്പിൾ കാണാം. നമുക്ക് ഇവിടെ രണ്ടാൾക്കാരുണ്ട്. ആ രണ്ടാൾക്കാർ എന്തോ ഒരു തടി കഷ്ണത്തിന്റെ മുകളിൽ വേറൊരു വെയിറ്റ് വെച്ചിട്ട് നടന്നു പോകുന്നു. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇത് പാരലൽ ഫോഴ്സസിന്റെ സിസ്റ്റമാണ്. ആൻഡ് ദീസ് ആർ അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. സോ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഫ്രീ ബോഡി ഡയഗ്രം വരച്ചു അല്ലെ? അതുപോലെ ഇവിടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. സോ ഈ കാണുന്ന മരകഷ്ണം എന്തെങ്കിലും ആയിക്കോട്ടെ. സോ അത് ഞാൻ വരച്ചു, ആ തടി ഞാൻ വരച്ചു. അതിന്റെ മുകളിൽ നമുക്കൊരു 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള, 5 കിലോഗ്രാം വെയിറ്റ് എന്നുള്ള മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു ബ്ലോക്ക് ആണെന്ന് വിചാരിക്കാം. 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ അത് താഴോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലെ? അത് താഴോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ്. സോ അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് താഴോട്ട് എക്സേർട്ട് ചെയ്യും. അതിന്റെ വാല്യൂ 50 ന്യൂട്ടൺ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 5 കിലോഗ്രാം എങ്ങനെ 50 ന്യൂട്ടൺ ആയിരുന്നു? സോ ഇത് മാസ് ആയിരുന്നു. ആ മാസിനെ ഞാൻ വെയിറ്റ് ആക്കിയതാണ് 50. എങ്ങനെയാ മാസിനെ വെയിറ്റ് ആക്കുക? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലെ? സോ ഇവിടെ മാസ് എന്ന് പറയുന്നത് നമ്മുടെ 5 കിലോഗ്രാം ആണ്. സോ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ഗ്രാവിറ്റി. സോ ഇറ്റ് ഈസ് ഇറ്റ്സ് വെയിറ്റ്. സോ നമുക്ക് W അറിയാം, W ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് മാസ് അറിയാം 5 കിലോഗ്രാം. ഇനി ആക്സലറേഷൻ എന്താ? സോ ഒരു സാധനം വെറുതെ ഒരു സ്ഥലത്തിരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എന്താ? പ്യൂർലി ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ആക്സലറേഷൻ എന്താ പറയാ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ W ഈസ് ഈക്വൽ ടു M ഇൻറ്റു G. നമ്മൾ ഏത് മാസ് കിട്ടിയാലും അതിനെ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് ഞാൻ ഈസിനെസ്സിന് വേണ്ടി തൽക്കാലത്തേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് അസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് വെയിറ്റ് എന്ത് കിട്ടും? മാസ് 5 കിലോയാണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ഇൻറ്റു 5 ദാറ്റ് ഈസ് 15 ന്യൂട്ടൺ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്ലോക്കിനെ എന്താക്കി? ഒരു ഫോഴ്സ് ആയിട്ട് മാറ്റി. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി വെയിറ്റ് ആണ്. സോ ആ ഗ്രാവിറ്റി വെയിറ്റ് 50 ന്യൂട്ടൺ. ഇനി ഈ ഫോഴ്സ് സിസ്റ്റത്തിൽ വേറെ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്? ഇവർ രണ്ടുപേരും ഇവർ പിടിക്കുന്നുണ്ട് അല്ലെ? ഇവർ പിടിക്കാന്ന് വെച്ചാൽ മേലോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യല്ലേ? സോ അതിന് ഞാനൊരു 2 വാല്യൂ അസ്യൂം ചെയ്യുന്നു. ഈ ആള് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആള് 35 ന്യൂട്ടൺ മേലോട്ട് അപ്ലൈ ചെയ്യുന്നു. ബി എന്ന് പറയുന്ന ആള് 25 ന്യൂട്ടൺ മേലോട്ട് അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്യുന്നു, 2 ഫോഴ്സ് മേലോട്ട് അപ്ലൈ ചെയ്യുന്നു, 3 ഫോഴ്സസും പാരലൽ ആണ്. പക്ഷെ ഈ ഒരു ഫോഴ്സ് താഴോട്ടും 2 മേലോട്ടാണ്. സോ ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് അല്ലെ? ഇനി നേരത്തെ നമ്മൾ വടംവലി അനലൈസ് ചെയ്ത പോലെ ഇതും അനലൈസ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ 2 ഡയറക്ഷനിൽ ഫോഴ്സസ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് എത്രയാ? 50 ന്യൂട്ടൺ. അപ്വേർഡ് ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് എത്രയാ? 60 ന്യൂട്ടൺ. അപ്വേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ 25 പ്ലസ് 35, ടോട്ടൽ ഫോഴ്സ് ഈസ് 60 ന്യൂട്ടൺ. ഡൗൺവേർഡ് ഡയറക്ഷനിൽ 50 ന്യൂട്ടൺ ആണ്. അപ്വേർഡ് ഡയറക്ഷനിൽ 60 ന്യൂട്ടൺ ആണ്. സോ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? 50 താഴോട്ട്, 60 മേലോട്ട്. സോ ഇറ്റ്സ് റിസൾട്ടന്റ് വിൽ ബി 10 ന്യൂട്ടൺ അപ്വേർഡ്സ്. സോ 60 മൈനസ് 50. താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് കുറവ്, മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണ്. സോ ദർ ഈസ് എ 10 ന്യൂട്ടൺ റിസൾട്ടന്റ് ആക്ടിങ് അപ്വേർഡ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഫോഴ്സ് ഈ 50 കിലോന്യൂട്ടനേക്കാൾ കുറവായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ ഇവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാരണം എന്താ? ഈ 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ഫോഴ്സ്. സോ ഓൾവേസ് ദ ഒബ്ജക്ട് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് അല്ലെ? സോ റിസൾട്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് റിസൾട്ടന്റ് 10 ന്യൂട്ടൺ അപ്വേർഡ്സ് ആയതുകൊണ്ട് ഇവർക്കിത്
മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പാരലൽ ഫോഴ്സസിൽ നമുക്ക് അനലിറ്റിക്കലായിട്ട് നോക്കാം. സോ അതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡയറക്ഷൻ അസ്യൂം ചെയ്യണം അല്ലേ? ഇവിടെ ഞാൻ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. സോ ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷൻ, അപ്വേർഡ് ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ. സോ രണ്ട് ഡയറക്ഷൻസ് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആഡ് അപ്പ് ദ ഫോഴ്സസ്. സോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഫോഴ്സസ് ആണ് അല്ലെ? സോ ഇവിടുത്തെ ഫോഴ്സസ് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ ഏതാ? അപ്വേർഡ്സ്. സോ ഐ ആഡഡ് 25 പ്ലസ് 35 മൈനസ് 50. മൈനസ് 50 അപ്ലൈ ചെയ്യാനുള്ള കാരണം ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ നെഗറ്റീവ് ആണ്. സോ ഇതിനെ മൂന്നിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 10 ന്യൂട്ടൺ. ഇവിടെ 10 പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് ആവാൻ കാരണം എന്താ? നമ്മൾ അസ്യൂം ചെയ്ത് എന്താ? അപ്വേർഡ് ഡയറക്ഷൻ ഈസ് പോസിറ്റീവ്. സോ അപ്വേർഡ് ഡയറക്ഷനിൽ 10 ന്യൂട്ടൺ ആണ് ഇതിന്റെ റിസൾട്ട്. സോ കൊലീനിയർ ഫോഴ്സസും പാരലൽ ഫോഴ്സസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോമ്പോസിഷൻ നടത്തി അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് അപ്പ് ഓൾ ദ ഫോഴ്സസ്. വെറുതെ ആഡ് ചെയ്യല്ല, ഒരു ഡയറക്ഷൻ പോസിറ്റീവ് അസ്യൂം ചെയ്യുക, ഒരു ഡയറക്ഷൻ നെഗറ്റീവ് അസ്യൂം ചെയ്യുക, എന്നിട്ട് ആ സൈനോട് കൂടെ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോപ്ലാനാർ കൊലീനിയർ ഫോഴ്സും കോപ്ലാനാർ പാരലൽ ഫോഴ്സും അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ അടുത്ത സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ് എടുക്കുന്നത്. അടുത്തത് എന്താ? കോൺകറന്റ് ഫോഴ്സസ്. കോൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഈ കോൺകറന്റ് ഫോഴ്സസിനെ നമുക്ക് നേരത്തെ പോലെ ജസ്റ്റ് ആഡപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളൊരു തിയറി ഉപയോഗിക്കും. ആ തിയറിക്ക് പറയുന്ന പേരാണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷനിലോട്ടൊന്ന് പോവാം. സോ അതിന്റെ ഡെഫിനിഷൻ ആണിത്, എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇഫ് ടു ഫോഴ്സസ് acting at a point be represented in magnitude and direction by two adjacent sides of a parallelogram, then the resultant is represented in magnitude and direction by the diagonal of the parallelogram passing through that point. ഇവിടെ എല്ലായിടത്തും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ഫോഴ്സ് ഈസ് ഓൾവേസ് എ വെക്ടർ. ഫോഴ്സിനെ ഒരിക്കലും മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട്, അതായത് 10 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് 10 ന്യൂട്ടൺ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. Always we have to represent force with a direction. അതുകൊണ്ടാണ് ഓൾവേസ് ഇറ്റ്സ് ടോൾഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി നമുക്ക് ഈ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഗ്രാഫിക്കലായിട്ട്. സോ ഇതിനാദ്യം ഒരു കോൺകറന്റ് ഫോഴ്സ് സിസ്റ്റം നമുക്ക് വേണം അല്ലെ? ദർ ആർ ടു ഫോഴ്സസ് P and Q ആക്ടിങ് അറ്റ് എ പോയിന്റ്. സോ ഇറ്റ് ഈസ് ഓൾ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് ചെയ്യുന്നു, പിയും ക്യൂവും ഫോഴ്സ് ഉണ്ട്, അത് തമ്മിലുള്ള ആംഗിൾ ആൽഫയാണെന്ന് വിചാരിക്കാം. അടുത്ത സെന്റൻസ് എന്താ? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. സോ ഈ രണ്ട് ഫോഴ്സസിനെ ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. സോ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് സൈഡും പാരലൽ ആയിരിക്കണം, ഈ രണ്ട് സൈഡും പാരലൽ ആയിരിക്കണം. സോ നമുക്കൊരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. സോ നമുക്കൊരു പാരലലോഗ്രാം കിട്ടി. അതിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡാണ് പിയും ക്യൂവും. സോ ഇങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ്. സോ ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വിച്ച് പാസസ് ത്രൂ ദിസ് പോയിന്റ്. സോ ഇതാണ് റിസൾട്ടന്റ്. സോ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് രണ്ട് ഫോഴ്സസ് ഉണ്ട്, ജസ്റ്റ് നോട്ട് ടു ഫോഴ്സസ്, ദേ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. ദെൻ അതിന് നമുക്ക് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്, അടുത്തടുത്തുള്ള സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ then the resultant will be the diagonal of that parallelogram which is passing through this point. പാരലലോഗ്രാമിന് രണ്ട് ഡയഗണൽ ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ഡയഗണൽ ഉണ്ട്, ഇവിടെ ഒരു ഡയഗണൽ ഉണ്ട്. സോ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്, അതായത് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ്. ഇനി ഈ റിസൾട്ടന്റിനും ഈ ആംഗിൾസിനൊക്കെ വാല്യൂ ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് നോക്കാം. പി എന്ന് പറഞ്ഞാലും ക്യൂ എന്ന് പറഞ്ഞാലും എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ കോൺകറന്റ് ഫോഴ്സസ് ആണ്. ആറ് റിസൾട്ടന്റ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഫോഴ്സ് പിയും ക്യൂവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ പിയും ക്യൂവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ഇനി ഹൊറിസോണ്ടലുമായിട്ട് നമ്മുടെ റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഇതെന്തിനു ഉപയോഗിക്കുക? റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അല്ലെ? സോ ഞാൻ പറഞ്ഞു ഫോഴ്സിന് നമുക്ക് എന്ത് മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഡയറക്ഷനും വേണം. സോ ആ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് തീറ്റ ഉപയോഗിക്കുക. സോ റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ.
പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ. സോ ഇതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. സോ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos alpha. So r is equal to square root of p square plus q square plus 2pq cos alpha. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പം നമ്മുടെ സിലബസിന്റെ സ്കോപ്പിലില്ല. സോ വി ഗോട്ട് ദ റിസൾട്ടന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഡയറക്ഷൻ. ഡയറക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് q sin alpha ഡിവൈഡഡ് ബൈ p പ്ലസ് q cos alpha. ഇതാണ് ഡയറക്ഷൻ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. സോ നമുക്ക് രണ്ട് ഫോഴ്സ് സിസ്റ്റം കിട്ടി. അത് acts at an angle, some angle alpha. Then we can find what is the magnitude and direction of that force. ഇങ്ങനെയാണ് രണ്ട് ഫോഴ്സസ് ആണ് ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസിൽ രണ്ട് ഫോഴ്സസ് മാത്രമാണോ ഉണ്ടാവുക? ഒരിക്കലും അല്ല. സോ ഇവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് കോൺകറന്റ് ഫോഴ്സസ്. സോ ഒരു പോയിന്റ് ഓ ഉണ്ട്, ആ പോയിന്റിൽ നിന്ന് രണ്ടെണ്ണം അല്ല, ഒരുപാട് ഫോഴ്സസ് ഒറിജിനേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോന്നിനും പാരലലോഗ്രാം വരച്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അപ്പൊ നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ഫോഴ്സസ് F1, F2, F3, F4, F5 ഈ ഓരോ ഫോഴ്സസിന്റെയും കമ്പോണൻസ് ആയിട്ട് മാറ്റണം. സോ F1ന് എക്സ് ആക്സിസിലും F1ന് വൈ ആക്സിസിലും ഓരോ കമ്പോണൻസ് ഉണ്ടാവും. F2ന് അതേപോലെ കമ്പോണൻസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഫോഴ്സിനെയും വി ഫൈൻഡ് കമ്പോണൻസ് ഇൻ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻസ്. സോ ഈ രണ്ട് ഡയറക്ഷൻ നമ്മൾ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയും. സോ ഒരു ഫോഴ്സിനെ എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും മാറ്റിയാൽ അതിനെ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയും. ഇങ്ങനെ ഒരു ഫോഴ്സസിന്റെ കമ്പോണൻസിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയാം. സോ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സിനെ അതിന്റെ കമ്പോണന്റ് ആയിട്ട് മാറ്റുന്നതിനാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കമ്പോണന്റ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നതാണ് കോമ്പോസിഷൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ കമ്പോണന്റ് ആയിട്ട് മാറ്റുന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയാം. സോ നമുക്കൊരു സിസ്റ്റം ഓഫ് കോൺകറന്റ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഓരോ ഫോഴ്സും അതിന്റെ കമ്പോണൻസ് ആയിട്ട് മാറ്റും. സോ F1 എന്ന് പറയുന്ന ഫോഴ്സിന് H1 എന്ന് പറഞ്ഞ് ഈ ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും, V1 എന്ന് പറഞ്ഞ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. അതുപോലെ F2ന് H2 ഉണ്ടാവും, V2 ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നിന്റെയും കമ്പോണന്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. R is equal to സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. എന്താ സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ? സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണൻസിനെ ആഡ് ചെയ്യാം. H1, H2, H3, H4, H5, H6 എത്ര ഫോഴ്സ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് ചെയ്യുന്നതാണ് സിഗ്മ എച്ച്. സിഗ്മ വി എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാ വെർട്ടിക്കൽ കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ വി നമുക്ക് കിട്ടും. ഇനി റിസൾട്ടന്റ് കിട്ടി, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട? ആംഗിൾ വേണം അല്ലേ? സോ ആംഗിൾ എന്ന് വെച്ചാൽ ഡയറക്ഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ വി ബൈ സിഗ്മ എച്ച്. സോ ഒരു നമ്പർ ഓഫ് കോൺകറന്റ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കോമ്പോസിഷൻ ചെയ്യുക. അതിനെ ആദ്യം കമ്പോണൻസ് ആയിട്ട് തിരിക്കുക. ആ കമ്പോണൻസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻസും സം ഓഫ് വെർട്ടിക്കൽ കമ്പോണൻസും എടുക്കുക. എന്നിട്ട് അത് വെച്ച് റിസൾട്ടന്റിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് കോമ്പോസിഷൻ ചെയ്യുക. സോ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? റിസോൾവിങ് ആണ് അല്ലെ? റെസൊല്യൂഷൻ ആണ്. അതായത് ഒരു ഫോഴ്സിനെ കമ്പോണൻസ് ആക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഫോഴ്സ് എഫിനെ ഞാൻ കമ്പോണൻസ് ആയിട്ട് മാറ്റാൻ പോകും. അതെങ്ങനെ ചെയ്യാം? ആദ്യം രണ്ട് ഡയറക്ഷൻ എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. എക്സ് ആക്സിസിൽ നിന്ന് ഒരു തീറ്റ ആംഗിളിലാണ് ഈ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുക. ഇനി ഇതിനെ കമ്പോണൻസ് ആയിട്ട് തിരിക്കുന്നു. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഓരോ കമ്പോണൻസ് ഉണ്ടാവും. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ളതിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളതിനെ വി എന്ന് വിളിച്ചു. ഇത് രണ്ടുമാണ് ഇതിന്റെ കമ്പോണൻസ്. സോ വി ഗോട്ട് എച്ച് ആൻഡ് വി. ഇനി ഇതിനൊരു വാല്യൂ വേണം അല്ലെ? എഫ് എച്ച് വി എന്ന് അല്ലാതെ നമുക്കൊരു കണ്ടുപിടിക്കാൻ പറയാനൊരു വാല്യൂ വേണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നമ്മൾ ഈ എഫും എച്ചും കണ്ടില്ലേ? എഫ് ഇതാണ്, എച്ച് ഇതാണ്. ഇങ്ങനെ ഒരു വര വരച്ചാൽ അവിടെ വി ആയി. എന്ന് വെച്ചാൽ ഈ വി എന്ന് പറയുന്ന ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയി ഫോം ചെയ്തു വിത്ത് എഫ്, എച്ച് ആൻഡ് വി ആസ് സൈഡ്സ്. ഈ ട്രയാങ്കിളിന്റെ ട്രിഗ്നോമെട്രി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന് വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ആയിരിക്കും.
എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. കാരണം എന്താ, ആ ട്രയാങ്കിളിലെ, നമ്മളിപ്പോൾ പറഞ്ഞ ട്രയാങ്കിളിലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എച്ച് ആണ്, ഹൈപ്പോട്ടന്യൂസ് എഫ് ആണ്. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എഫ്. സോ എച്ച് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. ഇതേപോലെ വി ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. അതെങ്ങനെ കിട്ടുക, സൈൻ തീറ്റ ഈ ട്രയാങ്കിളുടെ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വി, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എഫ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. സോ വി ഗോട്ട് വി ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. ഇനി എപ്പോഴും ഈ കോസ് തീറ്റ സൈൻ തീറ്റ എടുക്കുന്നതിന് പകരം നമ്മൾ സാധാരണ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ, ഈ തീറ്റ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണൻസ്, തീറ്റ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണൻസ്, ഇവിടെ തീറ്റനോട് ചേർന്ന് കിടക്കുന്നത് എന്താ, എച്ച് അല്ലേ. സോ ആ കമ്പോണന്റ് എപ്പോഴും കോസ് കമ്പോണന്റ് ആയിരിക്കും. സോ എഫിന്റെ കോസ് കമ്പോണന്റ് എപ്പോഴും തീറ്റയോട് ചേർന്ന് കിടക്കും. സോ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. ഇനി തീറ്റയിൽ നിന്ന് ഫാർ ആയിട്ടുള്ള കമ്പോണന്റ്, ഇവിടെ തീറ്റനോട് ക്ലോസ് എച്ചും ഫാർ വിയുമാണ് അല്ലെ. സോ വി ഫാർ ആയിട്ടുള്ള കമ്പോണന്റ് ഓൾവേസ് വിൽ ബി സൈൻ കമ്പോണന്റ്. സോ എച്ചിനോട് ക്ലോസ് ആയിട്ടുള്ളത്, തീറ്റയോട് ക്ലോസ് ആയിട്ടുള്ളത് കോസ് കമ്പോണന്റ്, തീറ്റയിൽ നിന്ന് ഫാർ ആയിട്ടുള്ളത് സൈൻ കമ്പോണന്റ് ആയിരിക്കും. സപ്പോസ് ഈ തീറ്റ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്, ഇതല്ല തീറ്റ, ഇതായിരുന്നെങ്കിൽ ഇവിടെ തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് വി ആണ്, അപ്പൊ ഇത് എഫ് കോസ് തീറ്റ ആവും. ഇവിടെ തീറ്റയോട് ഫാർ ആയി കിടക്കുന്ന എച്ച് ആണ്, അപ്പൊ ഇത് എഫ് സൈൻ തീറ്റ ആവും. സോ തീറ്റയുടെ പൊസിഷൻ ആദ്യം നോക്കുക. തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ഫോഴ്സ് ഏതാണോ അതിന് കോസ് തീറ്റയാക്കുക, ദൂരെ കിടക്കുന്നതിന് സൈൻ തീറ്റയാക്കുക. സോ കമ്പോണന്റ് നിയർ ടു ദ ആംഗിൾ ഈസ് കോസ് കമ്പോണന്റ്, കമ്പോണന്റ് ഫാർ ഫ്രം ദ ആംഗിൾ ഈസ് സൈൻ കമ്പോണന്റ്. സോ നമ്മളിപ്പോൾ ഒറ്റ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞോളൂ അല്ലെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇവിടെ നമ്മളിപ്പോൾ വരച്ച F1ഉം θ1ഉം ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, മുന്നേ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരു ക്വാഡ്രന്റ് സിസ്റ്റം ഉണ്ട് നമുക്കല്ലേ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ആ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ 4 ക്വാഡ്രന്റ് ഉണ്ടാക്കും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇവിടെ തേർഡ് ക്വാഡ്രന്റ്, ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റ്. ഇനി ഈ ഓരോ ക്വാഡ്രന്റിലും ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തു. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഫോഴ്സ് F1 ഉണ്ട്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഇത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. സോ ഇവിടെ F1ന്റെ കമ്പോണൻസ് ഞാൻ എടുക്കാം, V1ഉം H1ഉം. V1 വെർട്ടിക്കൽ ഡയറക്ഷനിൽ, H1 ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇവിടെ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന H1 ആയതുകൊണ്ട് ദിസ് വിൽ ബി F1 കോസ് തീറ്റ. ഇവിടെ തീറ്റയെന്ന് ഫാർ ആയിട്ടുള്ളത് V1 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി F1 സൈൻ തീറ്റ. സോ H1 ഈസ് ഈക്വൽ ടു F1 കോസ് തീറ്റ 1, V1 ഈസ് ഈക്വൽ ടു F1 സൈൻ തീറ്റ 1. ഇനി ഈ V1 H1 എവിടെയാണ് കിടക്കുന്നത്? H1 കിടക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലായതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. V1 കിടക്കുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലായതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. സോ H1 ഈസ് F1 കോസ് തീറ്റ 1, V1 ഈസ് F1 സൈൻ തീറ്റ 1 ആൻഡ് ബോത്ത് ആർ പോസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് നമ്മൾ വരാം. സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലെ ഫോഴ്സ് F2 ആണ്. ആ ഫോഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2 ആണ്. സോ അതിനെ കമ്പോണന്റ് ആയിട്ട് തിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു V2 ഉണ്ട്, ഒരു H2 ഉണ്ട്. H2 H1 ഒരേ ഡയറക്ഷനാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, H2ന്റെ വാല്യൂ എന്തായിരിക്കും? തീറ്റയോട് ചേർന്ന് കിടക്കുന്ന H2. സോ F2 സൈൻ കോസ് θ2, F2 കോസ് θ2. V2 എന്ന് പറഞ്ഞാൽ F2 സൈൻ θ2. സോ H2 ഈസ് ഈക്വൽ ടു F2 കോസ് θ2, V2 ഈസ് ഈക്വൽ ടു F2 സൈൻ θ2. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് വേണം അല്ലെ. H2 എവിടെയാണ് കിടക്കുന്നത്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. V2 എവിടെയാണ് കിടക്കുന്നത്? നെഗറ്റീവ് വൈ ഡയറക്ഷനിലായതുകൊണ്ട് V2 വിൽ ബി നെഗറ്റീവ്. സോ V2 ഈസ് ഇൻ നെഗറ്റീവ് വൈ ഡയറക്ഷൻ. സോ വി ടേക്ക് V2 ഈസ് നെഗറ്റീവ്. നമുക്കിനി മൂന്നാമത്തെ ക്വാഡ്രന്റിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ F3 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ3 ആണെന്ന് വിചാരിക്കാം. വി ഹാവ് എ ഫോഴ്സ് F3, ഇറ്റ് മേക്സ് ആൻ ആംഗിൾ θ3. ഇനി ഇതിന്റെ കമ്പോണന്റ് ആയി കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ H3, വൈ ഡയറക്ഷനിൽ V3. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് H3 ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് V3 ആണ്. ഇതിന്റെ വാല്യൂസ് എന്തായിരിക്കും? തീറ്റയോട് ചേർന്ന് കിടക്കുന്ന H2. സോ H3 ഈസ് ഈക്വൽ ടു F3 കോസ് θ3, V3 ഈസ് ഈക്വൽ ടു F3 സൈൻ θ3. ഇനി ഇതിന്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, H3 എവിടെയാണ് കിടക്കുന്നത്? പോസിറ്റീവ് എക്സ് ആണോ? അല്ല, നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ് H3 കിടക്കുന്നത്. നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ് V3 കിടക്കുന്നത്. സോ രണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ കിടക്കുന്നത് കൊണ്ട്
both components are negative. So H3 is negative, V3 is negative. ഇനി നാലാമത്തെ കമ്പോണന്റ് എടുക്കുകയാണ്. നാലാമത്തെ ക്വാഡ്രന്റിൽ നമ്മൾ പോകുന്നു. അവിടുത്തെ ഫോഴ്സ് F4, ആംഗിള് θ4. ഇനി ഇതിന്റെ കമ്പോണന്റ് എടുക്കുന്നു. കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ V4, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ H4. ഇനി V4ന്റെ വാല്യൂ എന്താ? V4 is far from theta, so V4 is F4 sin θ4. H4 is near to the angle, therefore it is H4 cos θ4. So H4 is F4 cos θ4, V4 is F4 sin θ4. ഇനി ഇതിന്റെ ഡയറക്ഷൻ വേണം അല്ലേ? സോ H4 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ഇതല്ലേ പോസിറ്റീവ്? സോ ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് H4 is നെഗറ്റീവ്. V4 നോക്കിക്കഴിഞ്ഞാൽ V4 പോസിറ്റീവ് വൈ ഡയറക്ഷനിലാണ്. സോ V4 is പോസിറ്റീവ്. സോ ഇങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കുക. സോ ഒരു ഫോഴ്സ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എച്ചും വിയും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എച്ച് പോസിറ്റീവ് ആണ്, വി നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ എടുത്തു കഴിഞ്ഞാൽ എച്ചും വിയും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എടുത്തു കഴിഞ്ഞാൽ എച്ച് നെഗറ്റീവ് ആണ്, വി പോസിറ്റീവ് ആണ്. സോ നമ്മളിങ്ങനെ എല്ലാ ഫോഴ്സിനെയും കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം അല്ലേ? റിസൾട്ടന്റ് ഇക്വേഷൻ എന്താ? ആർ ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? H1 പ്ലസ് H2 മൈനസ് H4 മൈനസ് H3 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഇത് രണ്ട് പോസിറ്റീവ് ആണ്, ഇത് രണ്ട് നെഗറ്റീവ് ആണ്. സോ H1 പ്ലസ് H2 മൈനസ് H3 മൈനസ് H4. ഇനി സിഗ്മ വി എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്. സോ V1 മൈനസ് V2 മൈനസ് V3 പ്ലസ് V4. കാരണം എന്താ? V3 V2 നെഗറ്റീവ് ആണ്, V1 V4 പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സിഗ്മ വി കിട്ടി, സിഗ്മ എച്ച് കിട്ടി. സോ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിയാക്ഷൻ എന്നുള്ള റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി എന്താ വേണ്ടേ? റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ബൈ സിഗ്മ എച്ച്. സോ റിസൾട്ടന്റ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. സോ ഫോഴ്സസിനെ എന്ത് ചെയ്യുക? ഫോഴ്സസിനെ ഓരോന്നിനെയും കമ്പോണൻസ് ആക്കുക, അതിന്റെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൾജിബ്രായിക് സം എടുക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു കോൺകറന്റ് സിസ്റ്റത്തിന്റെ കുറെ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചതിനെ കുറിച്ചാണ്, ഫോഴ്സസിനെ കുറിച്ച് അല്ലെ? ഇനി നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി പഠിക്കാൻ പോവാം. ഓക്കെ, ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ടൈപ്പ് ഓഫ് ഫോഴ്സസ് കണ്ടു, സിസ്റ്റം ഓഫ് ഫോഴ്സസ് കണ്ടു, അതിന്റെ റെസൊല്യൂഷനും കോമ്പോസിഷനും കണ്ടു. ഇനി നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി പഠിക്കാൻ പോകും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. സോ എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറിയുന്നത് നമ്മളൊരു എക്സാമ്പിളിലൂടെ കാണാൻ പോകുന്നത്. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന, പാർക്കിലൊക്കെ പോകുമ്പോൾ കളിച്ചിട്ടുണ്ടാകുന്ന സീസോ വെച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അതിന്റെ വീഡിയോ, അനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടും. അതിന്റെ കുറച്ച് ഇമേജസ് നമ്മൾ ഉപയോഗിക്കാം. സോ ഇവിടെ ഒരു സീസോ പോലെ ഒരു സാധനമുണ്ട്. ഇവിടെ ഒരു മരത്തടീന്റെ മുകളിൽ ഒരു കോൺക്രീറ്റിന്റെ ചെറിയൊരു ബീം വെച്ചിരിക്കുന്നു. ഓക്കെ, ഒരു മരത്തടീന്റെ മുകളിൽ ബീം വെച്ചിരിക്കുന്നു. സോ നടുക്കത്തെ ആള് നടുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അയാൾ അതിൻ്റെ അകത്ത് കൈ വെച്ചിട്ട് തള്ളുന്നു. അപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് കൃത്യം സപ്പോർട്ടിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സപ്പോർട്ട് അല്ലേ? സപ്പോർട്ടിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഇതിന് ഒരു മാറ്റവും വരുന്നില്ല. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ അത് ഇരിക്കുന്നു. ഈ ബീം അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇനി രണ്ടാമത്തെ ആള് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ആള് ഇങ്ങേ അറ്റത്ത്, ഇപ്പൊ നടുക്കല്ല, കുറച്ച് ഇപ്പുറത്തും മാറിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ പറ്റിയേ? ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു അല്ലെ? ഇനി മൂന്നാമത്തെ ആള് അയാളുടെ സൈഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങോട്ട് ചെരിഞ്ഞു. സോ ഇവിടെ എന്തുകൊണ്ടാണ് നടുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു മാറ്റവും വരാതെ രണ്ട് സൈഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു മാറ്റം വന്നു? എന്ന് വെച്ചാൽ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിലോട്ട് അത് ചെരിഞ്ഞു അല്ലെ? ഇതാണ് നമ്മുടെ മൊമെന്റിന്റെ ആക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിനെ ഞാനൊന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടു പോകുന്ന കേസ്, ഒന്നാമത്തെ കേസിൽ ഫോഴ്സ്, ഇത് നമ്മുടെ മരത്തടി അതല്ലേ, സപ്പോർട്ട്, ഇത് നമ്മുടെ അതിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് ബ്ലോക്ക്. സോ ഈ മരത്തടിന്റെ കറക്റ്റ് മുകളില് നടുക്ക് നിന്നയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ മരത്തടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് കേസ്. നമുക്ക് സെക്കൻഡ് കേസിലോട്ട് പോകാം. സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചത്? ഈ ഫോഴ്സ് എഫ് കുറച്ച് ദൂരത്തോട്ട് മാറി അപ്ലൈ ചെയ്യുന്നു അല്ലെ? രണ്ടാമത്തെ ആൾ കുറച്ച് ഇപ്പുറത്താ നിന്ന്, അയാൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബീം ഇവിടെ നിന്ന് താഴോട്ട് മാറി അല്ലെ? സോ
വാട്ട് ഹാപ്പൻ, ഇങ്ങനെ ഇരുന്ന ബീം താഴോട്ട് മാറി. സോ ഇവിടെ നോക്കുക, ഇവിടെ വെച്ച് ഈ ബീമിന് റൊട്ടേഷൻ സംഭവിക്കുന്നു അല്ലേ, ഇവിടെ വെച്ച് ബീമിന് റൊട്ടേഷൻ സംഭവിക്കുന്നു. സോ ആ റൊട്ടേഷൻ ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത് നമ്മൾ ഇനി നോക്കുന്നു. സോ ഇവിടെ നോക്കിയേ, സോ ഈ ഫോഴ്സ്, സെൻട്രലിലുണ്ടായിരുന്ന ഫോഴ്സ് കുറച്ച് ദൂരത്തോട്ട് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ നിന്ന് ബീം ഇങ്ങനെ കറങ്ങി, ഇവിടെ നിന്ന് ബീം ഇങ്ങനെ കറങ്ങി അല്ലേ. ഇങ്ങനെ കറങ്ങുന്ന റൊട്ടേഷനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയും. ക്ലോക്കിന്റെ സൂചി പോകില്ലേ അതുപോലെ. സോ ഇവിടെ എന്താ സംഭവിച്ചത്, ഇങ്ങനെ എന്നുള്ളത് താഴോട്ട് ഇങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ അത് ക്ലോക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ക്ലോക്കിന്റെ സൂചി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെയാണ് മൂവ് ചെയ്യുക. സോ ഈ പോയിന്റ് വെച്ച് ഒരു റൊട്ടേഷൻ നടന്നു, ആ റൊട്ടേഷൻ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് വിളിക്കും. ഇതാണ് ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ. സോ ദർ ഈസ് എ റൊട്ടേഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് എ സപ്പോർട്ട് ആൻഡ് ദാറ്റ് റൊട്ടേഷൻ ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് എടുത്തു. മൂന്നാമത്തെ കേസിൽ എന്താ സംഭവിച്ചത്, ഇയാള് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി. സോ ലെഫ്റ്റ് സൈഡിലോട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് താഴോട്ട് മാറുന്നു. സോ നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ഇരുന്ന ഫോഴ്സ്, ഇവിടെ ഇരുന്ന ബീം താഴോട്ട് മാറുന്നു. ഇനി ഇവിടെയും എവിടെ വെച്ചാണ് റൊട്ടേഷൻ നടക്കുന്നത് നോക്കി. സോ ഈ പോയിന്റ് വെച്ചാണ് റൊട്ടേഷൻ നടക്കുന്നത് അല്ലേ. ഈ ഫോഴ്സ് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഈ പോയിന്റ് വെച്ച് ഈ ബീം റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷന്റെ ഡയറക്ഷൻ എങ്ങനെയാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാ മാറിയത് അല്ലേ. നോക്കി, ഇവിടെ ഇരുന്ന ബീം താഴോട്ട് മാറുന്നു, ഈ ഡയറക്ഷൻ അല്ലേ. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോക്കിന്റെ സൂചി പോകുന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ രണ്ടും മോനെ നോക്കുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് താഴോട്ടാ, അപ്പൊ ഈ ആരോ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഈ ഡയറക്ഷനിൽ അല്ലേ. ഇവിടെ ഈ ആരോ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ ഈ ഡയറക്ഷനിൽ. സോ ദർ ഈസ് എ റൊട്ടേഷൻ ടേക്കിംഗ് പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ക്ലോക്ക് തിരിയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത്. സോ ഹിയർ ഓൾസോ എ റൊട്ടേഷൻ ടേക്സ് പ്ലേസ് അറ്റ് സപ്പോർട്ട് ആൻഡ് ദാറ്റ് റൊട്ടേഷൻ ഈസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ഞാൻ പറഞ്ഞു ഈ രണ്ട് സപ്പോർട്ടിലും റൊട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലേ. സോ അതെപ്പോഴാണ് നടന്നത്, ഇവിടെ ഇരുന്ന ഫോഴ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ. അങ്ങനെ ഫോഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞ് റൊട്ടേഷൻ ഉണ്ടാവാനുള്ള കാരണത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മൊമെന്റ്. സോ മൊമെന്റ് ഈസ് ദ റീസൺ ഫോർ ദ റൊട്ടേഷൻ. സോ വെൻ എ ഫോഴ്സ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ എ ഡിസ്റ്റൻസ്, സോ ഇവിടെ ഇരുന്ന ഫോഴ്സ് ഒരു ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എ ടെൻഡൻസി ഓഫ് റൊട്ടേഷൻ അറ്റ് ദ സപ്പോർട്ട്. സോ ഇവിടെ ആ പോയിന്റിൽ ഒരു റൊട്ടേഷൻ നടന്നു. സോ ഈ പോയിന്റിനെ വെച്ച് ആ റൊട്ടേഷൻ നടക്കുന്ന ആ കോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൊമെന്റ് എന്ന് പറയാം. സോ മൊമെന്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ, മൊമെന്റ് ഈസ് ദ റീസൺ ഫോർ റൊട്ടേഷൻ. മൊമെന്റ് ഈസ് വാട്ട് കോസസ് റൊട്ടേഷൻ. ഇനി ഇതിന്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് കാണാം. സോ ഇവിടെ ഒരു ചുറ്റിക വെച്ച് ആണി പറിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആണി പറിക്കുമ്പോൾ ചുറ്റികന്റെ എവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുക, ഇങ്ങേ അറ്റത്ത് അല്ലെ. ഇവിടുന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഈ ഡിസ്റ്റൻസിൽ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഡയറക്ഷനിൽ ഒരു മൊമെന്റ് ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് ആണി ഈസി ആയിട്ട് പറിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഒരു ബോൾട്ട് ഒരു സ്പാനർ വെച്ച് നമ്മൾ അഴിച്ചെടുക്കുന്നു അല്ലെ. സോ അപ്പൊ എന്താ ചെയ്യുന്നത്, ഇങ്ങേ അറ്റത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ദർ ഈസ് എ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. ഇവിടെ എന്ത് മൂവ്മെന്റ് ആയിരുന്നു, ക്ലോക്ക് വൈസ്. ഇതാണ് മുന, ഇതാണ് പോയിന്റ് അല്ലെ. സോ അവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി ഈ ഡയറക്ഷനിലാണ് മൊമെന്റ് അപ്ലൈ ചെയ്യുക. സോ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്, ഇതാണ് മൊമെന്റ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഈ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് ആൻ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്, ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബോൾട്ടിനെ തിരിക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ എക്സ്പെരിമെന്റ്, ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണ് ഇവിടെ ഒരാൾ. നമ്മൾ നേരത്തെ സീസോ പറഞ്ഞ പോലെ നടുക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഇയാൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം എന്താ, ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മൊമെന്റ് ഈ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾക്കത് പൊക്കാൻ പറ്റും. സോ ഇവിടെ നിന്നും ബേസിക് പ്രിൻസിപ്പിൾ മൊമെന്റ് തന്നെയാണ്. സോ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് വെച്ച് അത് റൊട്ടേറ്റ് ചെയ്യും. സോ ആ റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെന്റ് കൊണ്ടാണ്. ഇതാണ് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ. സോ ഇത് വെച്ച് നമുക്ക് മൊമെന്റിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ മൊമെന്റ് ഫിസിക്കലി എന്താന്ന് ഞാൻ പറഞ്ഞു, മൊമെന്റ് ഈസ് സംതിങ് ദാറ്റ് കോസസ് റൊട്ടേഷൻ അല്ലെ. സോ ആ മൊമെന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. Moment of force about a point is defined as the product of the force and the perpendicular distance from the line of action of the force. നമുക്കൊന്ന് പിക്ചോറിയൽ ആയിട്ട് കണ്ടു നോക്കാം. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ എടുത്തു. നമുക്കൊരു ബീം ഉണ്ട്, ഒരു സപ്പോർട്ട് ഉണ്ട്. സോ ദർ ഈസ് എ ഫോഴ്സ് ആക്ടിങ് അല്ലെ.
സോ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് അല്ലേ. സോ ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മൾ ആ ഫോഴ്സ് കൊണ്ട് ഈ പോയിന്റിലുള്ള മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഫോഴ്സ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുക, അവിടെ ഒരു ഫോഴ്സ് വേണം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് വേണം, ആ ഫോഴ്സും പോയിന്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്താണെന്ന് ഇനി നോക്കാൻ പോകുന്നു. സോ ഇവിടെ ഫോഴ്സ്, ഇവിടെ പോയിന്റ്. സോ the perpendicular distance from the line of action of the force അല്ലെ, perpendicular distance from the line of action of the force. എന്താ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ലൈൻ ഓഫ് ആക്ഷൻ. സോ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇത്. സോ ഫോഴ്സ് ഉണ്ട്, അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ദെൻ വാട്ട് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള, ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡി. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം. നമുക്കൊരു ബീം ഉണ്ട്, ആ ബീമിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊമെന്റ് എവിടെയാണ്, ഈ പോയിന്റിലാണ്. സോ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ആ പോയിന്റ് ഉള്ള ഡിസ്റ്റൻസ് ഡി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. സോ എഫ് ഇൻറ്റു ഡി എടുത്തു കഴിഞ്ഞാൽ, ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് നമ്മൾ ലിവർ ആം എന്ന് പറയും. സോ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മൊമെന്റ്. സോ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ. സോ എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. ഇനി ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കുക, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. സോ മൊമെന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. സോ ഇതാണ് മൊമെന്റ്. സോ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, അത് ഈ ബീമിൽ അപ്ലൈ ചെയ്യുന്നു. 3 മീറ്റർ ആണ് ബീമിന്റെ നീളം, അതിന്റെ സപ്പോർട്ട് വരെയുള്ള നീളം 1.5 മീറ്റർ. ഇതിന്റെ ഫോഴ്സ് എന്താ, ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ട, ഫോഴ്സ് വേണം, ഡിസ്റ്റൻസ് വേണം അല്ലെ, ഫോഴ്സ് വേണം, പോയിന്റ് വേണം, ഡിസ്റ്റൻസ് വേണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഫോഴ്സ് എന്താണ്, 10 ന്യൂട്ടൺ. നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഒ എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ്. സോ എഫ് ഈസ് 10 ന്യൂട്ടൺ ഒ. ഇനി നമുക്ക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ടു ദ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ. സോ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ അല്ലെ. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏത് ലൈനിലാണ്, ഇവിടെ കണ്ടോ, ഈ സ്ട്രേറ്റ് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ സ്ട്രേറ്റ് ലൈനും ഈ പോയിന്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടോ, നോക്കിയേ, ഇത് ലൈൻ ഓഫ് ആക്ഷൻ, ഇതാണ് പോയിന്റ്, അത് തമ്മിലൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല. സോ ഡിസ്റ്റൻസ് ഈസ് 0. സോ നമ്മുടെ മൊമെന്റ് എന്താ, മൊമെന്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി, 10 ഇൻറ്റു 0 വിച്ച് ഈസ് 0 ന്യൂട്ടൺ മീറ്റർ. സോ ഇവിടെ ലൈൻ ഓഫ് ആക്ഷനും പോയിന്റും കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല, ഡിസ്റ്റൻസ് 0 ആണ്. സോ മൊമെന്റ് ഈസ് 0. സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ മൂന്നാമത്തെ കേസ്, ഒരു ഫോഴ്സ് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കുന്നു. ആ ഫോഴ്സ് അഗൈൻ 10 ന്യൂട്ടൺ ആണ്. ആ ബീമിന്റെ നീളം 3 മീറ്റർ ആണ്, 1.5 മീറ്റർ ആണ് അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ഇനി അതിൽ നിന്ന് 1.2 മീറ്റർ അപ്പുറത്താണ് 10 ന്യൂട്ടൺ ആക്ട് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് ഫോഴ്സ് വേണം. ഫോഴ്സ് എത്രയാ, 10 ന്യൂട്ടൺ. ഇനി എന്താ വേണ്ടത്, ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് എന്തറിയണം, ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. സോ 10 ന്യൂട്ടന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ദ പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ. സോ ഇവിടെ തൊട്ട് പോയിന്റ് ഒ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ലൈൻ ഓഫ് ആക്ഷൻ തൊട്ട് പോയിന്റ് ഒ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ, 1.2. So D is 1.2. So what is the moment about O? Moment about O is F into D. 10 into 1.2 which is nothing but 12 Newton meter. സോ ഇങ്ങനെയാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി ഇതിന് ഡയറക്ഷൻ വേണം അല്ലെ. എപ്പോഴും മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആണ്, വെക്ടറിന് എപ്പോഴും എന്ത് വേണം, ഡയറക്ഷൻ വേണം. സോ ഡയറക്ഷൻ എന്താ, ഇവിടുത്തെ ആരോ മാർക്ക് ഇങ്ങോട്ട്, പോയിന്റ് ഇങ്ങോട്ട്. ഈ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് ഏത് ഡയറക്ഷനിലാണ്, നോക്കിയേ, ഇവിടെ ആരോ മാർക്ക് ഇവിടെ. സോ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ. സോ ഏത് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ്. തേർഡ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ കുറച്ച് മുകളിൽ നമ്മളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ ഡയമെൻഷൻ 1 മീറ്റർ മുകളിൽ 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. സോ അഗൈൻ ഫോഴ്സ് ഈസ് 10 ന്യൂട്ടൺ. നോ ഡിസ്റ്റൻസ് വേണം. ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ടു ദ പോയിന്റ്. സോ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. നേരത്തെ എന്തായിരുന്നു, ഈ 1.2 മീറ്റർ ഇവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ടു ഈ പോയിന്റ് വരെ. ഇവിടെ അത് 1.5 മീറ്റർ അല്ല, എന്തുകൊണ്ടാണെന്ന് നോക്കാം. സോ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എപ്പോഴും മൊമെന്റിന് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇവിടുത്തെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാ പോകുന്നത്, 10 ന്യൂട്ടണിൽ നിന്ന് നേരെ. സോ ദിസ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ.
So what will be the perpendicular distance? ഈ പോയിന്റും ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 1 meter. So d is 1 meter. So moment is force into distance. 10 into 1 10 Newton meter. ഓക്കെ, ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുത്തെ ആരോ മാർക്ക് നോക്കാം, ഇവിടുത്തെ ആരോ മാർക്ക് നോക്കാം. സോ ഇതാണ് സപ്പോർട്ട് ഇവിടെ. സോ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ഈ ഡയറക്ഷൻ അല്ലെ, ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ. സോ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്യും. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പഠിക്കും. ഈ മൊമെന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലംസിലും നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ആവും. സോ നെക്സ്റ്റ് നമ്മളൊരു പ്രിൻസിപ്പിളാണ് പഠിക്കുന്നു, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഓർ വാരിക്നൻസ് പ്രിൻസിപ്പിൾ. സോ വാരിക്നൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് അബൌട്ട് എ പോയിന്റ് is equal to the algebraic sum of moments due to the individual forces about the same point. നമുക്കൊന്ന് പിക്ചറായിട്ട് കണ്ട് മനസ്സിലാക്കി നോക്കാം. സോ ഒരു ബീം എടുത്തു, ആ ബീമിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. F1 is acting at a distance d1, F2 is acting at a point d2, F3 at d3, F4 at d4. സോ ഇതാണ് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഇതെന്ത് സിസ്റ്റമാ? വി ഹാവ് എ പാരലൽ അൺലൈക്ക് ഫോഴ്സസ് അല്ലെ, പാരലൽ ഫോഴ്സസ് ആണ്, അൺലൈക്ക് ആണ്. സോ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ വാരിക്നൻസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോകും. സോ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ച്. മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് അബൌട്ട് എ പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് O ഉണ്ട്, ആ പോയിന്റ് Oയിലോട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതിന്റെ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം അല്ലെ. സോ അതിനെന്താ വേണ്ട? റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് R ആണെന്ന് വിചാരിക്കുക. R ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദിസ് പോയിന്റ്. സോ ഈ F1, F2, F3, F4 എല്ലാത്തിന്റെ റിസൾട്ടന്റ് എന്താണ്? D ആണ്. ദാറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് D. Now what is moment due to R? R into D. So R into D അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ moment due to resultant കിട്ടും. So moment due to resultant is R into D. ഇനി അടുത്തത് എന്താ? algebraic sum of moments due to individual forces. ഈ ഓരോ ഫോഴ്സസും ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ മൊമെന്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സസ് എന്താ? ഓരോ ഫോഴ്സസ് എടുക്കുക, അത് വെച്ചിട്ടുള്ള റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. സോ F3 into T3 ഈ ഡയറക്ഷനിൽ, F2 into D2 ഈ ഡയറക്ഷനിൽ, F4 into D4 ഈ ഡയറക്ഷനിൽ, F1 into D1 ഈ ഡയറക്ഷനിൽ. സോ നോക്കുക, F3 into D3 ഈ ആരോ മാർക്ക്, ഈ ആരോ മാർക്ക്, സോ ക്ലോക്ക് വൈസ്. സോ F2 into D2 again clockwise, F4 into D4 again clockwise, F1 into D1 but anti clockwise. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് ഉപയോഗിച്ചത്. സോ ഓരോ ഫോഴ്സും കൊണ്ടുള്ള മൊമെന്റ് ഈ പോയിന്റിൽ കണ്ടുപിടിച്ചതാണ് ഇത്. റിസൾട്ടന്റ് കൊണ്ട് കണ്ടുപിടിച്ച ഫോഴ്സ് ആണ്, മൊമെന്റ് ആണ് ഇത്. സോ വാരിക്നൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? റിസൾട്ടന്റ് കൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ മൊമെന്റ്സ് ഡ്യൂ ടു ഓൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദിസ് ഫോഴ്സ്. അതായത് ഈ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഈ മൊമെന്റ്. സോ ഇതാണ് വാരിക്നൻസ് പ്രിൻസിപ്പിൾ. വാരിക്നൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് കൊണ്ട് ഒരു പോയിന്റിലുള്ള മൊമെന്റ് ഈസ് ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സസും അതേ പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ സം. ഇതാണ് വാരിക്നൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്, മൊമെന്റ് ഓഫ് ഫോഴ്സസ്. സോ നമ്മൾ ഫോഴ്സിനെ കുറിച്ചും മൊമെന്റിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി ഇത് വെച്ച് നമ്മൾ പതുക്കെ റിയാക്ഷൻസും ബീമിന്റെ ഇക്വിലിബ്രിയം ഒക്കെ പഠിക്കാൻ പോകും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. സോ എല്ലാവരും ഒന്നുകൂടെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.